കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ KSCB ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അന്നും അതേക്കുറിച്ച് പറയുകയുണ്ടായി. അത്രയാണ് എനിക്ക് പറയാൻ പറ്റും. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പിന്നെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ലേ? അത് കേബിള് കണക്ഷനിലേക്ക് മാറാൻ പോവാണ്. ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് പറഞ്ഞത്. ടീച്ചർ, അതിൽ തന്നെ ഗേൾസ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ റിട്ടൺ ആയിട്ട് അവർ ഇക്കാര്യം അറിയിക്കാം, അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിച്ചതായിട്ട് പറഞ്ഞു. ഇവിടെ വാക്കാൽ പറഞ്ഞു എന്നുള്ളതാണ് KSCB ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? നമ്മൾ ഈ അവർ തമ്മിൽ പഠിച്ചാലൊന്നും അല്ലാതെ ആരും ഇതിന്റെ ഈ ഒരു സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. KSCB പറയുന്നു ഞങ്ങളുടെ വീഴ്ചയല്ല, ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണ്. സ്കൂൾ അധികൃതരുടെ പ്രതികരണമില്ല, മാനേജ്മെന്റിന്റെ പ്രതികരണമില്ല. ഞങ്ങൾ ആരോടാണ് ചോദിക്കുന്നത്? പൊതുസമൂഹം ആ ചോദ്യക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പോട്ടെ, ആ നേരത്തെ പെർഫോമൻസ് ചെക്ക്ലിസ്റ്റിന്റെ കാര്യം ചോദിക്കുകയാണ്. 26ാമത്തെ ചോദ്യത്തിന് എന്ത് മറുപടിയായിരുന്നു HM എന്നുള്ള നിലയ്ക്ക് നൽകിയത്? ചോദ്യമായിരുന്നു, സ്കൂൾ പരിസരത്തോ കോമ്പൗണ്ടിലോ ഇലക്ട്രിക് ലൈൻ, സ്റ്റേവയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെ ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടമാം വിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട KSCB അധികൃതരെ അറിയിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതായിരുന്നു ചോദ്യം. അതിന് ടീച്ചർ എന്താണ് മറുപടി കൊടുത്തത്? ടീച്ചറിന്റെ ആ ഒരു മറുപടിയാണ് കുഞ്ഞിന്റെ ജീവിതം. അല്ല ടീച്ചർ, അതിന് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ മറുപടി കൊടുത്തത്? അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അത് വർഷാവർഷം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമെന്ന് അറിയാം. അല്ല, ഒരു കാര്യം, നമ്മുടെ അന്നത്തെ കമ്മിറ്റിയിൽ ഈ 26ാമത്തെ ക്വസ്റ്റ്യന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ആ ക്വസ്റ്റ്യന് ആൻസർ KSCB അറിയിച്ചെന്നാണ് ടീച്ചർ പറയുന്നത്. അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അടക്കം ഇരിക്കുന്ന മീറ്റിംഗിലാണ് HM പ്രധാനപ്പെട്ട പ്രഥമ അധ്യാപിക HM പറഞ്ഞു ഈ 26ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ആയി തന്നെ പറഞ്ഞു. കേബിള് അവരെ മാറ്റി ഇടാമെന്ന് പറഞ്ഞു. അവർ 2-3 ദിവസത്തിനുള്ളിൽ കേബിൾ മാറ്റാമെന്ന് പറഞ്ഞെന്നാണ് HM പറയുന്നത്. അങ്ങനെയല്ല, ഈ സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പം ഈ വിഷയം പറഞ്ഞിട്ടുള്ള ഇവിടെ വിവാഹപ്പെട്ട വിഷയം പറഞ്ഞില്ല. സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് അല്ല, അവരുടെ റിപ്പോർട്ടല്ല, ഞങ്ങളെല്ലാം പങ്കെടുത്ത സുരക്ഷാ കമ്മിറ്റിയിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞതാ. മന്ത്രിക്ക് കൊടുത്തതല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പം 2 HMമാരും PTA പ്രതിനിധികളും അധ്യാപക പ്രതിനിധികളും രക്ഷകർത്താ പ്രതിനിധികളും എല്ലാവരും കൂടെ പങ്കെടുത്ത മീറ്റിംഗിൽ സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞതാ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഴ്ച ആരുടെ എന്നല്ല, ഈ സംഭവത്തെ സംബന്ധിച്ച് അറിയാലോ. കളിച്ചുകൊണ്ടിരുന്ന പുള്ള പിന്നെ അതിരെന്ന് പറഞ്ഞ പയ്യന്റെ ചെരുപ്പെടുക്കാനായിട്ട് മിഥുൻ കയറിയപ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് കയറാതിരിക്കാൻ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്ക് ചെയ്തിട്ടൂടെ ബാക്കി കുട്ടികൾ പറയുകയാണ്, മോനെ നീ കയറിപ്പോരുത്. അവരെ കാലിന് വരെ പിടിച്ച കുട്ടികളുണ്ട്. അത് പിന്നീട് രക്ഷപ്പെടുത്താനായിട്ട് ഇവിടുത്തെ അധ്യാപകരുൾപ്പെടെ കയറുമ്പോൾ അത് പൊളിച്ചിട്ടാണ് ഈ ബെഞ്ച് ഇട്ടിട്ടാണ് ആ പയ്യനെ പിടിക്കുന്നത്. അധ്യാപകർക്ക് പോലും ആ കുട്ടിയെ തടയാൻ സാധിച്ചില്ല. കുട്ടി ഈ സംഭവം നടന്നതിന് ശേഷം വിഷയം ഉണ്ടായതിനു ശേഷം കുട്ടികൾ ഓടി വന്ന് പറയുക. കുട്ടികൾ അത് പറഞ്ഞപ്പോ അപ്പോഴേ നമ്മുടെ അധ്യാപകരോടി വന്നപ്പോ ഈ അപകടാവസ്ഥയിലാണ്, 3 ഫേസ് ലൈനാണ്, അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ ചെയ്യാനുള്ള താഴത്തെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു ചേലക്കര ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിനും വിളിച്ചു. അതിനുശേഷമാണ് ഈ ബെഞ്ച് കൊണ്ടുവന്ന് ഈ കുട്ടി എടുക്കാൻ ശ്രമം നടത്തിയത്. അല്ലാതെ